ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. സദ്യയിൽ സാമ്പാർ കഴിഞ്ഞാൽ പിന്നെ കാളനാണ് സ്ഥാനം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് കാളൻ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ എൻ്റെ വേർഷൻ ഓഫ് സ്റ്റൈൽ കാളൻ, മലബാർ സ്റ്റൈൽ കേട്ടോ. കാളൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 250 ഗ്രാം ചേന എടുത്തിട്ടുണ്ട്, ഒരു പച്ചക്കായ, അത് രണ്ടും കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകും. അത് കഴിഞ്ഞ് ഊറ്റി ഒരു കുക്കറിലേക്ക് ഇടുക. അതിലേക്ക് 3 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് വേകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് മേലെ നിൽക്കണം കേട്ടോ, വെള്ളം അതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു 3 വിസിലിന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ, ഞാനിവിടെ കൈയളവായതുകൊണ്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു, നിങ്ങൾ അളന്ന് വേണമെങ്കിൽ ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ 1 കപ്പ് തേങ്ങ, അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണിൽ കുറവ് മുളക് പൊടിയും പിന്നെ ഒരു പിഞ്ച് ജീരകം കേട്ടോ. ജീരകം കുറച്ചേ വേടാൻ പാടില്ല. പിന്നെ ഇതിലേക്ക് തൈര് അല്ലെങ്കിൽ മോര്. അപ്പോൾ ഞാൻ അധികം മോരാണ് ആഡ് ചെയ്യാറ്. അപ്പോൾ പുളിയുള്ള തൈരാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഞാൻ മോരാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അത് ഞാൻ 1/2 കപ്പോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ പുളി വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അത് അടച്ച് വെച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ച് വെച്ച് നല്ല പേസ്റ്റോളം അരച്ചെടുക്കുക കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ ചേനയും കൈയൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ. 3 വിസിലിനാണ് കുക്ക് ചെയ്തെടുത്തത്. ഇനി ഞാനതൊരു ഭംഗിക്ക് വേണ്ടി ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കുക്കറിൽ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ ചട്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി സ്പൂൺ വിട്ടൊന്നും ഇളക്കാൻ പാടില്ല. ഇതിൻ്റെ മേലെ ഞാൻ 2 തണ്ട് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. ഇനിയാണ് സ്പൂൺ ഇട്ടിട്ട് ഇളക്കാൻ പാടില്ല. അല്ലെ ആദ്യം തന്നെ ഇളക്കി കഴിഞ്ഞാൽ ഈ ചേനയും കായൊക്കെ നല്ലോണം ഒന്ന് സ്പൂൺ കൊണ്ട് തട്ടിയിട്ട് അത് നല്ലോണം ഉടഞ്ഞു പോകും. അപ്പോൾ ഈ അരപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം കൈവിട്ടൊന്നും മിക്സ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ചും കൂടി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില ഇടുമ്പോൾ നല്ല ടേസ്റ്റും മണമൊക്കെയാണ് അല്ലേ. അപ്പോൾ കുറച്ചും കൂടി കറിവേപ്പില ഇടാം. ഞാൻ എൻ്റെ എല്ലാ കറിക്കും കുറച്ച് കറിവേപ്പിലൊക്കെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാനുള്ള എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ ഓണം സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലും. ഓണം സീരീസിൽ ഞാൻ എല്ലാ വീഡിയോസും ഓണത്തിൻ്റെ എല്ലാ സദ്യ റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. ഓൾറെഡി ഞാൻ 2-3 റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. പ്രാവശ്യത്തെ ഓണസദ്യ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാ റെസിപ്പീസും ഞാനിവിടെ ഇടുന്നതായിരിക്കും. അപ്പം ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ബാക്ക് ടു റെസിപ്പി. അപ്പോൾ നല്ലോണം ഒരു തിള വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇടാം കേട്ടോ. ഇനി അതിന് വറവിടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും, 1 തണ്ട് കറിവേപ്പിലയും 3-4 വറ്റൽമുളകും, ഇത് രണ്ടോളം മിക്സ് ചെയ്തിട്ട് നമുക്കിത് കറിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി കാളൻ റെസിപ്പിയാണ്. ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പുളിയുള്ള മോരും തൈരും ആണെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പ് യൂസ് ചെയ്യാം. പുളിയില്ലാതെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 1/4 കപ്പ്, 1/2 കപ്പിലും കുറച്ചും കൂടി കൂടുതലാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.